ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പ്രതാപനെ നോക്കി മനസ്സിൽ പറയുവാണ്, അച്ഛാ, ഇങ്ങനെ ഒരു നിമിഷം ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാവോ? ഈശ്വര, ഞാൻ കാണുന്നത് സ്വപ്നമാണോ? വർമ്മ ചോദിക്കുന്നു. മോൾ എന്തുവാ ആലോചിക്കുന്നത്? അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യമാണോ? ഞാനിത് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാവോ? എൻ്റെ അച്ഛൻ്റെ കൈകൊണ്ട് ഒരുപാ ചോറുണ്ണാന്. സന്തോഷവും സങ്കടവും കൊണ്ട് പ്രതാപവർമ്മ ഇങ്ങനെ മകളെ തന്നെ നോക്കുവാണ്. എന്നിട്ട് അവിടെ തലയിലിങ്ങനെ തലോടുവാണ്. ഇത്രയും നാളും തൻ്റെ മകളെ സ്നേഹിക്കാതെ പോയതിൻ്റെ കുറ്റബോധവും ഇപ്പോഴെൻ്റെ മോളെ സ്നേഹിച്ചപ്പോൾ കിട്ടുന്ന ആത്മനിർവൃതിയും കൊണ്ട് പ്രതാപവർമ്മ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. എൻ്റെ മോൾ അച്ഛനോട് ക്ഷമിക്ക്. ഇത്രയും നാളും അച്ഛൻ്റെ കണ്ണിലും മനസ്സിലും ഒക്കെ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിപ്പം മാറി. അച്ഛനിപ്പോൾ പ്രകാശം കിട്ടി തുടങ്ങിയതേ ഉള്ളൂ മോളെ. അതുകൊണ്ട് ഈ അച്ഛൻ എൻ്റെ മോളോട് ചെയ്തതിനൊക്കെ എൻ്റെ മോൾ എന്നോട് ക്ഷമിക്ക്. അയ്യോ, എൻ്റെ അച്ഛൻ എന്നോട് അങ്ങനെ പറയല്ലേ. എൻ്റെ അച്ഛൻ അതിന് എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ളത് കൊണ്ടല്ലേ. ആ വിഷമമല്ലേ നമ്മളെ രണ്ടുപേരും ഇത്രയും നാളെ അകറ്റി നിർത്തിയത്. ഇനി ഒന്നും പറയണ്ട, എൻ്റെ മോളി ഭക്ഷണം കഴിക്ക്. ഈ ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കിയുള്ള വർത്തമാനമൊക്കെ. എത്രത്തോളം എൻ്റെ മോളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്ന് ഈ അച്ഛന് മനസ്സിലാകുന്നുണ്ട്. അച്ഛനും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി മോളെ. ഋതിയെ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് നെറുകെ കയറുന്നുണ്ട്. അത് കണ്ടിട്ട് പ്രതാപവർമ്മ പെട്ടെന്ന് വെള്ളമെടുത്ത് ഋതിയയ്ക്ക് കൊടുക്കുകയും അവളുടെ തലയിൽ സ്നേഹത്തോടെ തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുവാണ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് ഋതിക പണ്ട് അച്ഛൻ എങ്ങനെയാണ് തന്നോട് പെരുമാറിയത് എന്നിങ്ങനെ ആലോചിക്കുവാണ്. ഋതിക ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രതാപവർമ്മ ആ ഡൈനിങ് ടേബിളിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകും. അപ്പോഴവിടെ ഭക്ഷണം കഴിക്കാനിരുന്നവരെല്ലാം സങ്കടത്തോടെ ഋതികയെ നോക്കുന്നതും അതെല്ലാം ഋതിക ഇങ്ങനെ ആലോചിക്കുവാണ്. എന്തുവാ മോളെ ആലോചിക്കുന്നത്? ഒന്നുമില്ലച്ചാ, എനിക്ക് മനസ്സിലായി മോളിപ്പോഴെന്തുവാ ആലോചിച്ചതെന്ന്. പ്രതാപവർമ്മയ്ക്കും അങ്ങനെ പഴയതൊക്കെ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. സോറി മോളെ, ഞാൻ വളരെയധികം വിദ്വേഷത്തോടാണ് എൻ്റെ മോളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എല്ലാം എൻ്റെ തെറ്റായിരുന്നു മോളെ. അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ ഒന്നും തോന്നരുത്. ഇല്ല, മോള് ചോദിച്ചോ. അച്ഛൻ എപ്പോഴാണ് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ഈശ്വര, ശരിയാണല്ലോ എൻ്റെ മോള് ചോദിച്ചത്. അതെപ്പോഴായിരുന്നു? എപ്പോഴാണ് എനിക്ക് എൻ്റെ മോളോട് സ്നേഹം തോന്നി തുടങ്ങിയത്? എനിക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ. അവളോട് ഞാൻ എന്തു പറയും മോളെ? അതിന് അച്ഛന് ശരിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അച്ഛൻ അറിയില്ല മോളെ. എൻ്റെ മനസ്സിൽ ഒരുപാട് വലിയ ഭാരങ്ങളുണ്ടായിരുന്നു മോളെ. ആ ഭാരമെല്ലാം എൻ്റെ മോളാണെന്നാ അച്ഛൻ കരുതിയിരുന്നത്. ഇതിപ്പോഴെനിക്ക് മനസ്സിലായി. നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ ഒരു തോന്നൽ പതിയെ എൻ്റെ മനസ്സിൽ ഉണ്ടായി തുടങ്ങുമായിരുന്നു. ആ തോന്നൽ എനിക്ക് ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നുമോളോട് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകി തുടങ്ങി. അച്ഛൻ ഓർമ്മയുണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. ചെറിയമ്മയായിരുന്നു എനിക്ക് ഭക്ഷണം വാരിത്തരുന്നത്. അച്ഛാ, അന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. അത് കേട്ടപ്പോൾ പ്രതാപവർമ്മയ്ക്ക് സഹിക്കുന്നില്ല സങ്കടം. പ്രതാപവർമ്മ അങ്ങ് കരയുവാണ്. എനിക്ക് അന്ന് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛാ. എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ മോള് ഇന്ന് ഞാനാ. അച്ഛൻ മുന്നിലുണ്ടായിട്ടും അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വർഷങ്ങളോളം തപസ്സിരുന്നു. ആ സ്നേഹം ലഭിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഇന്ന് ലോകത്ത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഋതിക അങ്ങനെ പറഞ്ഞപ്പോൾ വർമ്മ ഋതിയെ തന്നെ നോക്കിയിട്ട് കുടുകുടാന്ന് കണ്ണിക്കൂടെ കണ്ണുനീര് വരുവാണ്. ഋതിക പറയുന്നു, അയ്യോ, എൻ്റെ അച്ഛനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കച്ചാ. സോറി അച്ഛാ. വേണ്ട മോളെ, ഇനിയും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ രണ്ടുപേരും കരഞ്ഞു പോവും. വാ, എഴുന്നേക്ക്, മതി മോളെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും എഴുന്നേറ്റ് പോവുകയാണ്. ഋതിക മനസ്സിൽ വിചാരിക്കുവാണ്, ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ സ്നേഹം എനിക്ക് ഇത്രയധികം കിട്ടിയത്. ഈ സാഹചര്യത്തിൽ രോഹൻ്റെ കാര്യം ഞാൻ എങ്ങനെ സംസാരിക്കും? വേണ്ട, ഇപ്പോഴെൻ്റെ അച്ഛനോടിത് പറയുന്നത് ശരിയല്ല. എൻ്റെ ദൈവമേ, രോഹൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ളൊരവസരം എനിക്ക് ഭഗവാനെ നിങ്ങൾ ഉണ്ടാക്കി തരണേ. ഇപ്പോഴിതിങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ, അതുവരെ കാത്തിരിക്കാം. രാജുവിനാണേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാജു ഇങ്ങനെ എഴുന്നേറ്റ് കട്ടിലിരിക്കുവാണ്. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളും വർമ്മ സാറിനെ രക്ഷിക്കാൻ പറ്റാതെ പോയതും രമ്യ കളിയാക്കി പറഞ്ഞതാണ്. നമ്മളൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. സമയത്തിന് ഉപകരിക്കാത്ത പാഴായപ്പോയ വിഗ്രഹങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ വർമ്മ സാറിനും അതൊക്കെ ബോധ്യമായി കാണും. രമ്യ ഇങ്ങനെ കളിയാക്കി പറഞ്ഞതുമൊക്കെ രാജു ഇങ്ങനെ വിഷമത്തോടിരുന്ന് ആലോചിക്കുവാണ്.
വർമ്മ സാറും വലിയ സന്തോഷത്തോടെ മീഡിയക്കാരോട് രോഹനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതും എല്ലാം രാജുവിന് കുറച്ച് വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഋതികയും ഇരുന്ന് ആലോചിക്കുവാണ്. പാവൻ രാജു ഇത്രയും നാളും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ചെയ്തുകൊണ്ടിരുന്നു. ഒന്നിനും ഒരു വീഴ്ചയും വരുത്താത്ത രാജുവിന് ഇപ്പോൾ ഈ വിഷമഘട്ടത്തിൽ അച്ഛനെ രക്ഷിക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമത്തിലായിരിക്കും. എന്തായാലും രാജുവിനെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചു നോക്കാം. വലിയ വിഷമത്തിലാണെങ്കിൽ രാജുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? അങ്ങനെ ഋതിക രാജുവിനെ വിളിക്കുവാണ്. രാജു എവിടെയാ? ഞാനും വീട്ടിൽ. എന്ത് പറ്റി മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഇവിടെ പ്രശ്നമൊന്നുമില്ല രാജു. രാജുവിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ കോൾ ചെയ്തതാ. രാജുവിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ രാജുവിന് സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയൊന്നും രാജുവിന് വേണ്ട. അച്ഛനെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി എൻ്റെ രാജു ആത്മാർത്ഥമായി ശ്രമിച്ചെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. രാജു വെറുതെ നടന്നതൊക്കെ ഓർത്തേ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട മാഡം. എനിക്കങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. രോഹൻ വേണ്ട സമയത്ത് തന്നെ വന്ന് വർമ്മ സാറിനെ ആ വലിയൊരു കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന വർമ്മ സാറിന് ദൈവം കൈവിടത്തില്ല മാഡം. രോഹന്റെ രൂപത്തിലല്ലെങ്കിൽ വേറൊരു രൂപത്തിലെങ്കിലും ദൈവം വർമ്മ സാറിനെ രക്ഷപ്പെടുത്തിയിരിക്കും. രാജു, അച്ഛനെ രോഹൻ രക്ഷപ്പെടുത്തിയതിലേ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാനാ ഇപ്പോൾ തന്നെ രാജുവിന് ഞാൻ കോൾ ചെയ്തത്. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് രാജു. അന്ന് ഞാനും രോഹനും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയതേ രാജു ഓർക്കുന്നുണ്ടോ? അന്ന് ഞാനും രോഹനും കൂടെ അവിടെ വെച്ച് സംസാരിച്ചതുപോലെ ഒന്നുമല്ല രോഹൻ വീട്ടിൽ വന്നപ്പോൾ സംസാരിച്ചതും പെരുമാറിയതും. ഞാൻ അന്ന് അവിടെ വെച്ച് അവനോട് പറഞ്ഞതൊക്കെ അവൻ അച്ഛനോട് പറഞ്ഞ് ഈ വീട്ടിലൊരു ഭൂകമ്പത്തിന് തിരികൊളുത്തുമെന്ന് ഭയന്നിരിക്കുമായിരുന്നു ഞാൻ. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ രോഹൻ ഇവിടെ പെരുമാറിയത് അത് രോഹൻ്റെ നല്ല മനസ്സായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല രാജു. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. നമ്മൾ ഈ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ അവൻ്റെ യഥാർത്ഥ മുഖമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്മയുള്ളവൻ്റെ പോലെ മുഖവും കാണിച്ചിട്ടേ അവൻ്റെ ഉള്ളിലൊരു ചെകുത്താനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മേഡത്തിന് അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ അതിനെന്താ വേണ്ടതെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി മേഡം ഇപ്പോൾ സമാധാനമായിട്ടിരിക്കും. അച്ഛൻ യാത്ര ചെയ്ത കാറിൽ എങ്ങനെ മയക്കുമരുന്ന് വന്നു എന്ന് രാജു കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും മേഡം, ഞാനത് കണ്ടുപിടിച്ചിരിക്കും. മേഡം വിഷമിക്കേണ്ട, സമാധാനത്തോടിരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. രാജു ഋതികയോട് ഫോൺ ചെയ്യുമ്പോൾ ജയൻ അവിടെ മറഞ്ഞു നിന്നെല്ലാം കേൾക്കുമായിരുന്നു. പെട്ടെന്ന് രാജുവിനെ കണ്ടതും ജയൻ അങ്ങ് ഞെട്ടിപ്പോയി. ജയൻ എന്നിട്ട് രാജുവിനോട് പറയുക, എനിക്ക് അളിയനോടൊന്ന് സംസാരിക്കണം. അളിയനിപ്പോൾ ഫ്രീ ആണോ? വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയുക. അളിയൻ ഇങ്ങനെ എപ്പോഴും ആ ഋതിക മേഡത്തിനോട് ഫോൺ ചെയ്തും സംസാരിച്ചുകൊണ്ടും ഇരിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കണം. ഞാൻ ഇത്രയും നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോഴളിയൻ മറഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നില്ലേ? എത്ര ചീപ്പായിട്ടുള്ള പരിപാടി അളിയ ഇത്. അല്ല, അളിയൻ ഇത്രയും നാളുവേ ഋതിക മേഡത്തിൻ്റെ വക്കാലത്തും പിടിച്ച് എന്നെക്കൊണ്ട് ഋതിക മേഡത്തെ വിവാഹം കഴിപ്പിക്കാൻ നടക്കുമായിരുന്നല്ലോ. ഇപ്പോഴെന്ത് പറ്റി? എന്താ അളിയൻ ഇപ്പോൾ എന്നെ കൊണ്ട് ഋതിക മേഡത്തെ വിവാഹം കഴിപ്പിക്കണ്ടേ? വേണ്ട അളിയ, അളിയൻ രമ്യയെ വിവാഹം കഴിച്ചാൽ മതി. അത് കേട്ടിട്ട് രാജു ദേഷ്യം കൊണ്ട് തുള്ളുവാണ്. രമ്യയോ? രമ്യയെ വിവാഹം കഴിക്കാനോ? അളിയൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പോഴേക്കും അവിടെ എന്താ ഒരു ബഹളമെന്നും പറഞ്ഞ് വേണുവേട്ടനും രാധമ്മയും പ്രിയൊക്കെ അങ്ങോട്ട് വരുവാണ്. ജയൻ പറയുക, അല്ല ഞാനേ അളിയൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടേ ഞാനൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. വേണുവേട്ടൻ ചോദിക്കുക, നീ എന്ത് തീരുമാനമാടാ എടുത്തത്? അല്ല, ഞാൻ പറഞ്ഞതേ അളിയനിങ്ങനെ ആ ഋതിക മേഡത്തിൻ്റെ പുറകിന് നടക്കാതെ രമ്യയെ വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിനക്കിപ്പോൾ രാജുവിനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണം അല്ലേടാ? രാജു പറയാം, അച്ഛാ അളിയനെ ഇവിടുന്ന് മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? നീ എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അച്ഛാ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകത്തില്ലെന്നാണോ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? അളിയൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും. പക്ഷെ അതുപോലെ നിങ്ങളെല്ലാവരും അങ്ങ് അനുസരിച്ചേക്കണം. അവൻ്റെ ആ കോമാളിത്തരം കേട്ടിട്ട് വേണുവേട്ടന് ദേഷ്യം വരുക. എടാ, ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നിട്ടുണ്ട് എന്നും പറഞ്ഞേ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അഭിപ്രായം പറയാനൊന്നും നിന്നേന്നല്ല ആരെയും ഞാൻ അനുവദിക്കത്തില്ല. അയ്യോ, അല്ലെങ്കിലും ഈ നാശം പിടിച്ച വീട്ടിൽ എന്തെങ്കിലും നല്ലത് പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ എന്നിങ്ങനെ ജയം പറയുകയും വേണുവേട്ടൻ അങ്ങ് ചാടി എഴുന്നേക്കുവാണ് അവനെ അടിക്കാനായിട്ട്. ഈ വീടിനെക്കുറിച്ച് നീ എന്താടാ പറഞ്ഞത്? നാശം പിടിച്ച വീടെന്നോ? ഈ വീട് നാശം പിടിച്ച വീടാണെങ്കിൽ നീ ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം.
ഇറങ്ങടാ ഇവിടുന്നെന്നും പറഞ്ഞ് ജയൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിക്കുകയും പറിക്കുകയൊക്കെ ചെയ്യുവാണ്. പ്രിയയാണെങ്കിൽ അച്ഛാ വിടച്ചാ ഒന്നും ചെയ്യല്ലേ, എല്ലാവരും കൂടെ ഒന്നും ചെയ്യണ്ട, വിടെന്നും പറഞ്ഞ് വേണുവേട്ടനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ജയേട്ടൻ വന്നേന്നും പറഞ്ഞ് പ്രിയ എങ്ങനെ അവനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വേണുവേട്ടൻ രാജുവിനോട് പറയുന്നു, മോനെ നീ ഇതൊന്നും കേട്ടൊന്നും വിഷമിക്കണ്ട, അവനെന്തോ കള്ളോ ഏതാണ്ട് മോന്തിയിട്ട് വന്നതാ, അതാ വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്നത്. ഇങ്ങനെ മനസ്സിന് സമാധാനം തരാത്ത ഒരുത്തനെയാണല്ലോ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. അംബിക രാത്രി ഉറങ്ങാൻ നേരത്തെ എന്തോ ഗുളികയൊക്കെ എടുത്ത് വായിലിടുന്നുണ്ട്. ആ സമയത്ത് പ്രതാപവർമ്മ അങ്ങോട്ട് ചെല്ലുന്നു. എന്തുവാ ചേച്ചി, പ്രഷറിൻ്റെ ഗുളികയാണല്ലോ ചേച്ചി കഴിക്കുന്നത്, കഴിച്ചല്ല പറ്റത്തുള്ളൂ പ്രതാപ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളല്ലയോ. ചേച്ചി പറഞ്ഞത് കറക്റ്റാ, എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുമ്പോൾ അറിയാതെ പ്രഷർ കൂടിപ്പോവും. എന്നെ തന്നെ ചേച്ചി കണ്ടില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് പുറത്ത് ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് വീട്ടിലുള്ള പ്രശ്നങ്ങളും. ചേച്ചിക്ക് അറിയാമല്ലോ, എൻ്റെ ഏറ്റവും വലിയ പ്രഷറാണ് ഋതികയുടെ വിവാഹം. എന്തായാലും എനിക്ക് ആ പ്രഷറിൽ നിന്നൊരു മുക്തി കിട്ടാൻ പോവുമല്ലയോ, അതിൻ്റെ ഒരു സമാധാനമുണ്ട് ഇപ്പോൾ എനിക്ക്. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ പ്രതാപ. ഇപ്പോൾ രോഹനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉറപ്പിച്ചല്ലോ, അതാ ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്. രോഹൻ മിടുക്കനാ, നല്ലൊരു ചെറുപ്പക്കാരന്. അവനെപ്പോലുള്ള ഒരു പയ്യൻ്റെ ബന്ധം എൻ്റെ മോക്ക് കിട്ടുന്നത് വലിയൊരു പുണ്യം തന്നെയാണ്. അംബിക മനസ്സിൽ പറയാ, പുണ്യമല്ലടാ പോത്തെ, നടക്കാൻ പോകുന്ന നിനക്ക് എന്തോ അറിയാം. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനലുകളാ ഞാനും എൻ്റെ മോനും, പക്ഷെ ഞങ്ങളെ എല്ലാം കടത്തി വെട്ടിയിരിക്കുവാണ് അവനിന്ന്. അതൊന്നും മനസ്സിലാക്കാതെ ഈ പൊട്ടൻ വന്ന് പറയുന്ന കേട്ടില്ലേ അവൻ്റെ മോക്ക് നല്ലൊരു ബന്ധം കിട്ടിയെന്ന്. ചേച്ചി ഞാൻ അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച്, ഈ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണെന്ന് അറിഞ്ഞത്. അതേടാ പ്രതാപ, ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഒരു പയ്യൻ ഈ ഭൂമിയിൽ കാണത്തില്ലെന്നായിരിക്കും ആരെങ്കിലും പറഞ്ഞത്. എടാ പൊട്ട, അത് നിനക്ക് എങ്ങനാടാ എപ്പോഴാടാ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ അംബിക ഇങ്ങനെ പ്രതാപനെ നോക്കി മനസ്സിൽ പറയുവാണ്. പ്രതാപവർമ്മയാണെങ്കിൽ രോഹനെക്കുറിച്ച് അംബികയുടെ അടുത്ത് അങ്ങ് വാനോളം പുകഴ്ത്തി പറയുവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മകള് ഭാഗ്യവതിയാ, അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. നോക്കും പൊന്നുപോലല്ലടാ, അടിമയെപ്പോലായിരിക്കും അവൻ കണ്ടിരിക്കുന്നത് എന്നൊക്കെ അംബികയ്ക്ക് പ്രതാപനോട് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇതിൽ പരം ഒരു സന്തോഷം എന്തുവാ ചേച്ചി ഒരു അച്ഛന് വേണ്ടത്? സത്യം പറഞ്ഞാൽ ചേച്ചി, എൻ്റെ മോളൊരു പാവമല്ലയോ, അപ്പോൾ അവളെ നന്നായിട്ട് കെയർ എടുക്കുന്ന ഒരു പയ്യനെയല്ലേ അവൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇനിയും ഇവൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അംബിക പറയുക, പ്രതാപ ഇത്രയും കാലം ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പോൾ നിനക്ക് ഋതികയോടുള്ള മനോഭാവം. ഇപ്പോൾ ഋതികയില്ലാതെ നീ ഉണ്ണില്ല ഉറങ്ങില്ല, അങ്ങനെ ഒരു അവസ്ഥയായില്ലേ. അവളെൻ്റെ മകളല്ലേ ചേച്ചി, അവളെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇത്രയും നാളും എൻ്റെ കൈപ്പിടിക്കകത്ത് വെച്ചിരുന്ന ഇവൻ എൻ്റെ കൈപ്പിടിയിൽ നിന്ന് പോവുകയാണല്ലോ. പെട്ടെന്ന് അംബിക പറയുക, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നേ ഒരു ചൊല്ലുണ്ട് പ്രതാപ. ഇത്രയും നാളും നിനക്ക് ദുഃഖം മാത്രം തന്ന മകളാ അവള്. ആ അവള് നിനക്കിനിയും ദുഃഖം തരും പ്രതാപ. നീ ഇനി എത്രയൊക്കെ കൊതിച്ചാലും അവൾ നിനക്ക് ദുഃഖം മാത്രമേ തരൂ. അംബികയുടെ വാക്കുകൾ കേട്ട് പ്രതാപനിങ്ങനെ അംബികയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ എന്തിനാ ഇങ്ങനെ അംബികയെ നോക്കിയത്? ഇത്രയും നാളും ഈ അംബിക പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നോ? അംബികയുടെ തനി സ്വഭാവം പ്രതാപന് മനസ്സിലായോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.